അപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട റാൻഡമായിട്ട് തിരഞ്ഞെടുത്താണ് കേട്ടോ, അല്ലാതെ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ഒന്നും വെച്ചിട്ടില്ല. വാർത്തയാണ് അല്ലെങ്കിൽ സാമൂഹിക പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്ന എന്നാൽ സാധാരണ മാധ്യമങ്ങളിൽ വരാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ ആദ്യം നോക്കാം. ആദ്യം ഏതാണ്? ഇന്ദ്രജിത് കുണ്ടുവിൻ്റെ എക്സ്പോസ്റ്റ് ആണ്. വേറെവർ പോസിബിൾ നൈറ്റ് ഡ്യൂട്ടി മേ ബി അവോയ്ഡഡ് ഫോർ വിമൻ ടു ദ എക്സ്റ്റെന്റ് പോസിബിൾ. അൽപൻ ബന്ദോപാധ്യായ, അതായത് ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ പറഞ്ഞിരിക്കുകയാണ്, സ്ത്രീകൾക്ക് കഴിയുന്നിടത്തോളം രാത്രി ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് അതിനെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഈ പോസ്റ്റിൽ. മോസ്റ്റ് ബിസാർ ക്വിക്ക് ഫിക്സ് സൊല്യൂഷൻ വൺ കുഡ് ഡിറൈവ് ദ ടാസ്ക്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം ഈ ഉപദേശകന്റെ. Wherever possible, night duty may be avoided for women to the extent possible. যেখানে সম্ভব, যতদূর সম্ভব মহিলাদের নাইট ডিউটি থেকে স্পেয়ার করবা. അതായത് ഈ എന്ത് വന്നു കഴിഞ്ഞാലും സുരക്ഷ കൊടുക്കാനാവില്ല. ഇങ്ങനെ ഒരു വനിതാ ഡോക്ടർ കൊലപാതകത്തിന്, മാനഭംഗത്തിന് ഒക്കെ ഇരയായി കഴിഞ്ഞപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഉപദേശം കൊണ്ട് എന്തൊരു തോൽവിയാണത്. മുഖ്യമന്ത്രിയും അങ്ങനെ തന്നെ ചെയ്യണം. അതിനേക്കാൾ ബംഗാൾ മുഖ്യമന്ത്രി വളരെ ആക്റ്റീവാണ്, വളരെ സജീവമാണ്. ബംഗാൾ മുഖ്യമന്ത്രിയും രാത്രികളിൽ പുറത്തിറങ്ങണ്ട, പണിയെടുക്കണ്ട എന്നൊരു തീരുമാനം അദ്ദേഹത്തിന് ഉണ്ടാകുമോ? അഭിപ്രായം ഉണ്ടാകുമോ? വിചിത്രമായ സംഗതികളൊക്കെയാണ് ഒപ്പിച്ചു വയ്ക്കുന്നത്. മുഖ്യമന്ത്രി റോഡിലിറങ്ങി റാലി നടത്തുന്നു, ഉപദേശകൻ പറയുന്നു ഇതിനുള്ള സൊല്യൂഷൻ, പരിഹാരം ഇതാണ്, പരമാവധി നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കി. അവിടുത്തെ മുഖ്യമന്ത്രി ഒന്ന് സൂക്ഷിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അവരും ഒരു വനിതയാണല്ലോ. അടുത്ത നോക്കാം. കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യണം, പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ച സുഖേന്ദു ശേഖർ പോലീസ് ചോദ്യം ചെയ്യാൻ കെയാ ഘോഷിന്റെ പോസ്റ്റാണ്. സുഖേന്ദു ശേഖർ റോയ് ആണ്, TMCയുടെ MP ആണ്. കമ്മീഷണർ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. അത് ഈ പറഞ്ഞയാൾ, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ് എന്നാണ് പോസ്റ്റ്. ദൈവമേ. അടുത്ത നോക്കാം. ലെഫ്റ്റിസ്റ്റ് മോഡറേറ്റേഴ്സ്, ഇത് ഈ നമ്മുടെ ഇൻസ്റ്റയിൽ വന്ന പോസ്റ്റാണ്. ഇടത് പാർട്ടികളുടെ, അതല്ലെങ്കിൽ ഇടതും കോൺഗ്രസും ഒക്കെ ചേരുന്ന മുന്നണിയുടെ, അത് പ്രത്യേകിച്ച് ലെഫ്റ്റിസ്റ്റ് മോഡസ് ഓപ്പറണ്ടി ഒരു നട്ഷൽ എന്നാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഒരു കൊലപാതകം അല്ലെങ്കിൽ മാനഭംഗം നടന്നാൽ BJP സർക്കാരിനെ കുറ്റം പറയുക, മുഖ്യമന്ത്രിയെ കുറ്റം പറയുക, പ്രധാനമന്ത്രി മോദിയെ കുറ്റം പറയുക, ഹിന്ദുത്വയെ കുറ്റം പറയുക ആണല്ലോ. ഇനി ഇത് നടക്കുന്നത് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന രാജ്യത്താണെങ്കിൽ പരമാവധി മൗനം, അല്ലെങ്കിൽ ദേശീയമായ നാണക്കേട്. മനസ്സിലായല്ലോ? ഭാരതത്തിന്റെ സമൂഹത്തെ കുറ്റം പറയുക, മനസ്സിലായല്ലോ? നാഷണൽ ഷെയിമാണെന്ന് പരമാവധി മിണ്ടാതിരിക്കും. ഇപ്പൊ തന്നെ കാണുന്നില്ലേ, ഈ പല വിഷയങ്ങളിലും സാമൂഹിക സാംസ്കാരിക ഈ കലാ പ്രമുഖരുടെ ഒന്നും വായ തുറക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നത് പോലെ മുഖ്യമന്ത്രിയെയും സംസ്ഥാന ഗവൺമെന്റിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരും കുറ്റം പറയാം. ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇതാണ്, ആ ഒരു പോസ്റ്റാണ് കാണുന്നത്. ഞാൻ ആലോചിക്കുന്നത് എല്ലാ സമൂഹ മാധ്യമങ്ങളിലും ബംഗാൾ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എത്രത്തോളം ആളുകൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്, അവരവരാൽ കഴിയുന്ന രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പോസ്റ്റ്. പരമാവധി വരുന്നത് പിന്നെ ഇതിനെ കുറിച്ചുള്ള ഇതിപ്പോ അംബിക JKയുടെയാണ് ഈ പോസ്റ്റ്. വാട്ട് ആർ യു സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ? അത് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തെയും ഒക്കെ ടാഗ് ചെയ്തിട്ടുള്ള പോസ്റ്റാണ്. ഡിസ്മിസ് മമത ഗവൺമെന്റ്. നമ്മൾ നേരത്തെ ഗൗതമുമായിട്ടുള്ള ലൈവിനിടയ്ക്കും ഞാൻ പറഞ്ഞതിലൊന്ന് ഉദ്ദേശിച്ചതിലൊന്ന് ഇതായിരുന്നു. ദിസ് വുമൻ മമത ഹാസ് സ്പോയിൽഡ് ദ സ്റ്റേറ്റ്. ഷീ ഈസ് ഓൾ ദ ഫോളോയിങ് ആൻഡ് സ്റ്റിൽ ദ ലോ ആൻഡ് ഓർഡർ ഹാസ് ഗോൺ ഫോർ എ ടോസ്. അതായത് ഈ വുമൺ എന്ന വാക്കാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ദിസ് വുമൺ എന്ന വാക്കാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നേരത്തെ ആദ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മൊത്തം ആരോഗ്യ പ്രവർത്തന സുരക്ഷ അവിടെ നിൽക്കട്ടെ, അതിൽ തന്നെ സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്നാണല്ലോ പറയുന്നത്. മമതാ സർക്കാരിന് അവരെ ആവശ്യപ്പെടുന്നത് അല്ല, മമത വീട്ടിലിരിക്കുക, അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഡിസ്മിസ് മമത ഗവൺമെന്റ് എന്നുള്ള ആവശ്യം ഉയരുകയാണ്. അംബിക JKയുടെ പോസ്റ്റാണ്. നോക്കാം. ഇതൊരു കാർട്ടൂണാണ്. ശശാങ്ക് ശേഖർ ആണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ കാർട്ടൂണാണ്. ആദ്യം ഈ ചില ചോദ്യങ്ങൾ ആദ്യം മാതാപിതാക്കളോട് പറഞ്ഞത് ആത്മഹത്യ എന്നാണ്.
3 മണിക്കൂർ അവരെ ആശുപത്രിയിൽ കാത്തിരുത്തിയത് എന്തിനാണ്? പ്രിൻസിപ്പലിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തെ പിരിച്ചുവിട്ടില്ല? പിന്നെ മുഖ്യമന്ത്രിയുടെ ഞെട്ടലും പ്രഖ്യാപനമാണ്. അത് ഭയങ്കര ഞെട്ടിക്കുന്നു. ദാറ്റ്സ് ഷോക്കിംഗ്, ടെറിബിൾ. ഐ വാണ്ട് ജസ്റ്റിസ്, ഹാങ് ദ റേപ്പിസ്റ്റ്. ഇതിലും മനോഹരമായി അവരുടെ ഈ കാപട്യത്തെ, ഹിപ്പോക്രസിയെ വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ് ആ കാർട്ടൂണിൽ. അടുത്ത് നോക്കാം. മീര ഷാമിന്റെ എക്സ്പോസ്റ്റ് ആണ്. പാലൂട്ടിയ കൈക്ക് തിരിച്ചു കടിക്കരുത് എന്ന് പറയണം. കൊണ്ടു നടന്നതും നീയെ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന് പറയണോ എന്ന കൺഫ്യൂഷനിലാണ്. എന്നിട്ട് എന്താണ് ആ മീരയെ കൊണ്ട് ഇത് പറയിച്ചത് നോക്കാം. മാഷാ അല്ലാ സ്റ്റിക്കർ, കാഫർ സ്ക്രീൻഷോട്ട്, CPM ധ്രുവീകരണ അജണ്ടകളെ ചെറുക്കുക, പുതിയ പൊതുസമ്മേളനം, പുതിയ ബസ് സ്റ്റാൻഡ് വടകര, ഷിഹാബ് പൂക്കോട്ടൂർ, പാർക്കിൽ അബ്ദുള്ള, CT സുഹൈബ്, ഷംസീർ ഇബ്രാഹിം, ദുൽഖിഫിൽ, മിസ്ബാ കീഴരിയൂർ, ഫൈസൽ പൈങ്ങോട്ടായി, സജീർ എടച്ചേരി. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളയുടെ ഒരു പൊതുസമ്മേളനത്തെക്കുറിച്ചാണ് ഇന്ന് വടകരയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ പോസ്റ്റർ ഇട്ടിട്ടാണ് പറയുന്നത്. അപ്പൊ CPM ധ്രുവീകരണ അജണ്ടകളെ ചെറുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പൊതുസമ്മേളനം നടക്കുന്നത്. ബാക്കി മനസ്സിലായി കാണുമല്ലോ അല്ലേ? കൊണ്ടു നടന്നതും നീയെ ചാപ്പ. അടുത്ത് നോക്കാം. TP സെൻകുമാറിന്റെ പോസ്റ്ററാണ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 29 10 മുതൽ 5 വരെ തിരുവനന്തപുരത്ത് സൗത്ത് പാർക്ക് ഹോട്ടലിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്, ബ്രിഡ്ജിംഗ് സൗത്ത്. അതിൽ സാക്ഷാൽ ഭീംറാവ് റാംജി അംബേദ്കറിന്റെ, ഡോക്ടർ അംബേദ്കറിന്റെ ചിത്രമുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്. ഐ വാണ്ട് ഓൾ പീപ്പിൾ ടു ബി ഇന്ത്യൻസ് ഫസ്റ്റ്, ഇന്ത്യൻസ് ലാസ്റ്റ് ആൻഡ് നത്തിങ് എൽസ് ബട്ട് ഇന്ത്യൻസ്. BR അംബേദ്കർ. ഇതെന്തിനുള്ള മറുപടിയാണെന്ന് കൂടി മനസ്സിലായോ? പണ്ടൊരു പരിപാടി നടന്നിരുന്നു, കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? ശരിയാണ്. അതല്ല, വെട്ടിമുറിക്കലല്ല വേണ്ടത്, പാലമിടലാണ് വേണ്ടതെന്നുള്ള സന്ദേശമാണ്. ഡോക്ടർ TP സെൻകുമാറാണ് ഈ എക്സ്പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് കാണാമോ? അർമാണി ബ്ലൂമിന്റെ ആണ് പോസ്റ്റ്. വിനേഷിന് 4 കോടി, ശ്രീജേഷിന് ഓണക്കോടി. അതെ. CPMന്റെ ഒരു ട്വീറ്റ് അഥവാ എക്സ്പോസ്റ്റ് കോട്ട് ചെയ്തിട്ട് അത് റീപോസ്റ്റ് ചെയ്തിട്ടാണ്. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി ഇന്ത്യയുടെ അഭിമാനമായ ഹോക്കി താരം ശ്രീജേഷിനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി P. രാജീവ് അനുമോദിച്ചു. ശ്രീജേഷിന് അദ്ദേഹം ഓണക്കോടിയും സമ്മാനിച്ചു. ആ പോസ്റ്റും ആ ചിത്രങ്ങളും പങ്കുവച്ചിട്ടാണ് ആ കമന്റ്. അതെ, വിനേഷിന് 4 കോടി, ശ്രീജേഷിന് ഓണക്കോടി. കൂടുതൽ പറയേണ്ടല്ലോ.